ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ കേവിലെ കാഴ്ചകളാണ്. ഇന്നത്തെ വീഡിയോയിൽ മൊത്തം ഞാൻ കൊണ്ടുവരുന്നത്. നമുക്ക് പോയാലോ? കയറി വരുമ്പോൾ തന്നെ ഫുള്ള് കടകളും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. മൊത്തം കടകളുണ്ട്, ഒരുപാട് കടയുണ്ട് കേട്ടോ ഇവിടെ. എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും കേട്ടോ. അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നെല്ലിക്ക, മാങ്ങ, അച്ചാറുകൾ, ഐസ്ക്രീം കൂടെ കിട്ടും, പായസം. അത് നടക്കണം. ഇവിടെ വണ്ടി വെക്കാനുള്ള പാർക്കിംഗ് സൗകര്യമുണ്ട്. വീട്ടിലത്തെ എല്ലാ ഐറ്റംസുകളും ഇവിടുത്തെ ഓരോ കടകളിലും കിട്ടും. നമുക്ക് നടന്നങ്ങ് മേലെ എത്തണം. ഇന്ന് വെയില, നല്ല തണുപ്പുണ്ട്. കാന്താരി മുളക്, ഉപ്പിലിട്ടത്, കാപ്പിപ്പൊടി, ചായപ്പൊടി. എൻ്റെ ബേക്കിൽ കുറേ പേര് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഗ്രോട്ട വരുന്നുണ്ട് മാതാവിൻ്റെ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ചോളാപ്പൊരി, 3 തരം ചോളാപ്പൊരികൾ, ജ്യൂസുകൾ എല്ലാം ഇവിടെ കിട്ടും. ഇവിടെ നിന്ന് പണി നടക്കാത്ത തോന്നുന്നു. നല്ല ചേട്ടൻ കണ്ടില്ലേ, ഷീറ്റ് സ്ക്രൂ എന്താ ചെയ്യുക. ആവർത്തുകൾ ഇവിടുന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് ആണ്. ടാർട്ട വഴി കഴിഞ്ഞു. അപ്പോൾ കുറേ പേര് കയറിയിട്ട് മേലോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ തന്നെ അല്ലേ കല്ലിൽ പടങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. ആദവും ഹവ്വയാന്ന് തോന്നുന്നു. എവിടെയുണ്ട് കേട്ടോ മാതാവിൻ്റെ ഫോട്ടോ. എന്ന് പറഞ്ഞ് കയറി വരുമ്പോഴും കടകൾ തന്നെയാണ്. തേങ്ങ കൊണ്ട് കൊത്തിരിക്കും. ഇത് നമ്മൾ കുറച്ച് മേലെ കയറി വന്നപ്പോൾ കടയാണ്.
ആദ്യം ഇത്ര കടയില്ലായിരുന്നു ഇവിടെ. ഇപ്പോഴാണ് ഫുള്ള് കടകൾ വന്നേ. സൈഡിൽ ചെടിയൊക്കെ നട്ട് പിടിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല തണല. ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് റോഡല്ലായിരുന്നു കേട്ടോ പണ്ട്. കുറെ പേര് മേലെ നിന്ന് കണ്ടിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ ചെറിയ എന്തോന്ന് കാണാനുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം. ചെറിയൊരു ഓടിട്ട വീട് പോലെ ഉണ്ടാക്കിയിട്ട് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഞാൻ പോയി കാണിച്ചു തരാം. സൈഡിലൊക്കെ മറ്റേ ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് എന്ത് രസമാണ് കാണാം അല്ലേ. ഇതിൽ മീനുകളുണ്ട്. എന്ത് മനോഹരം അവിടെ കാണാൻ. നല്ല റൂംസും കാര്യങ്ങളാണ് കേട്ടോ ഇത്. ലിസ്റ്റിയ കട്ടയും കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് മനോഹരമായ കാഴ്ചകൾ. ഇവിടെ വരുന്നവർക്ക് നല്ല റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ. നല്ല തണല്. അങ്ങോട്ടൊക്കെ നോക്കിയേ. നമ്മൾ പോയത് എടക്കൽ ഹെർമിറ്റേജ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. ഇതിലൊക്കെ അങ്ങോട്ട് കയറിയപ്പോൾ നല്ല മനോഹരമായിരിക്കും. അതൊക്കെ കല്ലൊക്കെ പതിച്ച് ഇതിലങ്ങ് നടന്നു കയറി കഴിഞ്ഞാൽ മേലെ റോഡിലേക്ക് എത്തും. അവിടെ എന്തൊക്കെ പരിപാടി നടക്കുന്നുണ്ട്. ഫുള്ള് കുരങ്ങന്മാരാ. Thank you, sir. Thank you. ഇവിടെ നടക്കാനുണ്ട്. കുറേ പേര് മേലെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് താഴേക്ക്. മേലെ പോയിട്ട് വരുന്നവര് ഞാൻ അവിടെ നിന്ന് കയറി വന്ന് ഇനിയും കുറച്ചുകൂടി നടക്കാനുണ്ട്. ഇവിടെ നല്ല വയനാടൻ ചിപ്സ് കിട്ടും. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ
കയറ്റം കഴിഞ്ഞോട്ട് നിരപ്പ്. കരിമ്പ് ജ്യൂസ്, നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഇവിടെ ഒന്നും ഇങ്ങനെ ആദ്യം കടകളില്ലായിരുന്നു. ഇപ്പോഴാണ് ഇവിടെ ഇങ്ങനെ കടകൾ വന്നത്. ആദ്യം ഇങ്ങനെ കോൺക്രീറ്റ് റോഡും അല്ലായിരുന്നു ഇവിടെ, ചെറിയൊരു വഴിയായിരുന്നു, കല്ലും മണ്ണൊക്കെ കൂടിയിട്ട് ഇടവഴി പോലെ. ഒരുപാട് കടകൾ വന്നു ഇവിടേക്ക്. സമയം 11 മണിയേ ആവാനായിട്ടുള്ളൂ. ഇവരൊക്കെ രാവിലെ വന്നിട്ട് ഇറങ്ങി പോവാ താഴെ. ഇപ്പോൾ ചെറിയ കയറ്റം തുടങ്ങി. കയറ്റവും നിരപ്പും, മേലേക്ക് വണ്ടി വിടില്ല, താഴെ വരെയുള്ള വണ്ടി. വളകള്, ലേഡീസിന് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. കോരങ്ങന്മാർ ഒരുപാടുണ്ട് ഇവിടെ. ഇനി ചെറിയൊരു ഇറക്കം. കുറച്ച് പേര് പാട്ടൊക്കെ വെച്ച് നടന്നു പോകുന്നുണ്ട്. 3 ചേട്ടന്മാര്. ഇനി ചെറിയൊരു കയറ്റം കയറാൻ, ചെറിയൊരു കുഴി ഒക്കെ വെള്ളം പോകാൻ വേണ്ടി. പാഷൻ ഫ്രൂട്ട്, കക്കിരിക്ക, മാമ്പഴം, കരിക്ക്, പിള്ളേർ ഫുള്ള് കൊമ്പള പൊട്ടിച്ചിട്ട് കണ്ണിൽ പോയി. ഇതുണ്ടോ, അവർക്കന്നെ അവിടെ എന്തോ ആലോചിച്ചിരിക്കുക. ഇനി കയറ്റാണ്. ഒരു അമ്മച്ചി. അമ്മച്ചി പേരെന്താ? മേഴ്സി. വീടിവിടെ അടുത്ത് തന്നെയാ? ആണോ? മാസം കാര്യമായിട്ടുള്ള തീറ്റയിലാണല്ലോ. ഇവിടെ കുറെ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്.
ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് അല്ലേ? टिकट काउंटर ऊपर जाना है क्या? ഇതാണ് ടിക്കറ്റ് എടുക്കാം. ₹50 നമുക്ക് മേലേക്ക് പോവാം. ഈ ചേട്ടൻ്റെ ടിക്കറ്റ് കൊടുക്കണം. നമുക്ക് മേലേക്ക് പോവാം. ഇവിടെ കണ്ടില്ലേ ബില്ലിങ് ഒക്കെ മറച്ചിട്ട് ചെറിയൊരു വീട് പോലെ ഇവിടെയാണ് ടിക്കറ്റ് കൊടുക്കേണ്ടത്. നമുക്ക് മേലേക്ക് പോവാം. ഇവിടെ ഒന്നും ഇങ്ങനെ പണ്ട് ഇപ്പോഴാണ് ഇവിടെ ഇൻഡസ്ട്രിയിൽ പൈപ്പൊക്കെ വെച്ചിട്ട് കല്ലൊക്കെ പതിച്ചിട്ടുണ്ട്. ഇനി സ്റ്റെപ്പൊക്കെ കയറി വേണം മേലേക്ക് പോവാൻ. പണ്ട് ഇവിടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പണ്ട് ഇതിൽ ചെറിയൊരു വഴിയായിരുന്നു. കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫുള്ള് സ്റ്റെപ്പൊക്കെ അവിടെ കെട്ടി. എവിടുന്ന കയറി വന്ന് നോക്ക്. ഇവിടെ കണ്ടോ വലിയ പാറ. ഇത് ശ്രമിക്കാനുള്ള സ്ഥലമുണ്ട്. ഇനി ഒരു പാറേൻ്റെ ഉള്ളിൽ കൂടെ കയറി പോകണം. ഒരു ചേട്ടന ഫോട്ടോയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് സിനിമയിലെ രംഗങ്ങൾ പോലെ ഉണ്ടല്ലേ ഇവിടെ മൊത്തം കാണാൻ. സുഭാഷ് പോയതും അവരെ ഫ്രണ്ട്സ് പോയ പോലെ ഇങ്ങനെ വഴിയൊക്കെ ഉണ്ടല്ലേ. ഗുണാക്കേവ് പോലെ ഉണ്ടല്ലേ കാണാൻ. എന്താ മഞ്ഞുമൽ ബോയ്സ് പോലത്തെ ഒരു കുഴിയില്ലേ കണ്ടോ സുഭാഷ് പോയ. വലിയ ഗുഹ അല്ലേ. അതിടെ കൂടെ വെള്ളം വരുന്ന നോക്കിയേ. ആ വെള്ളം ഒരു പൈപ്പ് ഇട്ടിട്ട് ഇവിടെ ചെറിയൊരു ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ. അത് ശുദ്ധമായ വെള്ളമാണ് മലേൻ്റെ മുകളിൽ നിന്ന് വരുന്ന. നല്ല തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതുണ്ടോ മരം കയറി പോയിരുന്ന എങ്ങനെയാ നോക്ക്.
വെള്ളം വീഴുന്ന ശബ്ദവും ഒക്കെ കേൾക്കാം നമുക്ക് ഇവിടുന്ന്. ഇവിടുന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഇല്ലായിരുന്നു, നമ്മൾ ഇതിലൊക്കെ പിടിച്ച് കയറണ കയറായിരുന്നു വണ്ടി. ഇതിനു മുന്നേ ഇവിടെ ഒരു വട്ടം വന്നിട്ടുണ്ട് പണ്ട്, ഉണ്ടോ? കുറെ പേര് നടന്ന് ക്ഷീണിച്ചു. കുറെ പേര് താഴെ നല്ല കൂക്ക് കൂക്കുന്നുണ്ട്. താഴേക്കുള്ള വഴിയുണ്ട്. അതൊക്കെ നല്ല രസമല്ലേ കാണാൻ? കയറാം. 6000 years old. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പൊന്മുടിക്കോട്ട അമ്പലത്തിലാണ് കയറിയത്. അതാ ഇവിടുന്ന് കാണാം കേട്ടോ പൊടിയും കാര്യങ്ങളൊക്കെ. നമ്മളങ്ങ് താഴെ നിന്നാണ് നടന്നു വന്നേ. എന്തോരം സ്റ്റെപ്പ് പൊടികളാ ഇവിടെ കയറി വരുമ്പോ. സ്ഥലമുണ്ടേ, അടുത്തൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം നമ്മളന്ന് കയറിയത്. അവിടെ ഞാൻ കയറിയ, അവിടെയാണ് അമ്പലമുള്ളത്. അതിന് മേലെ ഒരു ഗേറ്റ് വരുന്നുണ്ട്. കുറേ പേരോട് ഫോട്ടോ എടുക്കുന്നുണ്ട്, കുറേ പേരുണ്ട്. ചോദിച്ചാൽ കാണില്ല ഇവിടുത്തെ ഐതിഹ്യങ്ങൾ നമുക്ക് ചോദിച്ചു നോക്കാം. കണ്ടോ പാറയിൽ ഫുള്ള് കൊത്തെഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഗുഹ. ഇവിടെ കുറേയൊക്കെ പായൽ പിടിച്ചു, ഫുള്ള് കൊത്തി കൊത്തി എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ ഇവിടെ ഏതാ ഫുള്ള് പായൽ പിടിച്ചിട്ട് മൂടിപ്പോയി അധികം. Charges applicable. One picture 1000. പേരല്ലേ അതിനിടയിൽ കൂടെ നോക്കി കീറി വെച്ച പോലെ അല്ലേ, ആരെ മുറിച്ച് വെച്ച പോലെ ഉണ്ട്. ഇവിടെ ചെറിയൊരു ഗ്യാപ്പിൽ കൂടെ മാത്രമേ വെളിച്ചം കാണുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഐതിഹ്യങ്ങളുണ്ട്. നമുക്ക് ഈ ചേട്ടനോട് ചോദിച്ചാൽ അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു തരും ഇവിടുത്തെ ഐതിഹ്യങ്ങളെക്കുറിച്ച്. ഇത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനാണ് എടയ്ക്കൽ എന്ന് പറയുന്നത്.
ഇടയ്ക്കൽ എന്നൊക്കെ പറയാനായിട്ട് കാരണങ്ങൾ ശക്തമായ ഭൂചലനത്തിൽ കല്ലുകൾ പൊട്ടി മാറിയിട്ട് കല്ലുകൾ ഇടയിൽ ഇരിക്കുന്നതും കൊണ്ടൊക്കെയാണ് ഇടയ്ക്കൽ എന്ന പേര് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സമുദ്ര ലെവലിൽ നിന്നും 4000 അടിയായിട്ട് നിലകൊള്ളുന്ന റോക്ക് ഷെൽട്ടറാണ്. ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. 4000 BC മുതൽ ഇങ്ങോട്ട് വിവിധ ഗ്രൂപ്പുകളായിട്ട് ഗോത്ര സംഭവങ്ങൾ താമസിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ ചിത്രങ്ങൾ വരാൻ കാരണം. ചിത്രങ്ങളെ കൂടാതെ 2 എഴുത്ത് ഭാഷകൾ കൂടിയുണ്ട്. ഒന്ന് തമിഴ് ബ്രാഹ്മി എന്ന ലിപിയും പിന്നൊന്ന് പ്രാകൃത സംസ്കൃതമാണ്. അത് നമുക്കൊരു 2nd സെഞ്ചുറി ഒക്കെ ആയിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഗോത്രരൂപങ്ങൾ വരച്ചു വെച്ചതിൽ തന്നെ മെയിനായിട്ട് പറയപ്പെടുന്നത് ഗോത്രരൂപങ്ങൾ മനുഷ്യരൂപങ്ങളും മൃഗരൂപങ്ങളുമാണ്. അതുകൂടാതെ നമുക്ക് കുറച്ച് ചക്രങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിലെ ചിത്രങ്ങളും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് കാണപ്പെടാനുള്ള കാരണം പറയുന്നത് നവീന ശിലായുഗം മുതൽ AD ആദ്യ കാലഘട്ടങ്ങൾ വരെ വിവിധ ഗ്രൂപ്പുകളായിട്ട് ഗോത്ര സമൂഹങ്ങൾ താമസിച്ചുകൊണ്ടാണ് എടക്കൽ ഗുഹയിൽ ചിത്രങ്ങളും എഴുത്തുകളും കാണപ്പെടുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്ന ഗുഹാചിത്രങ്ങൾ പെയിൻറ്റിങ്സ് വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇത് കാർവിങ്സ് വിഭാഗത്തിൽപ്പെടുന്നത്. ഇത് നമുക്ക് കണ്ടുപിടിക്കുന്ന എല്ലാം ബ്രിട്ടീഷുകാരാണ്. 1894 കണ്ടുപിടിക്കുന്നത്. മലബാർ പോലീസ് സൂപ്രണ്ടായിരുന്ന ഫെഡറിക് ഫോർസറ്റ് ഇത് കണ്ടുപിടിച്ചതിന് ശേഷം പഠനങ്ങൾ നടത്തി 1901 ഇന്ത്യൻ ആൻറ്റിക്വറി എന്ന് പറയുന്ന ഒരു മാഗസിനിലൂടെയാണ് പുറം ലോകത്തേക്ക് അറിയിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ കാണപ്പെടുന്ന മെയിനായിട്ടുള്ള ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഗോത്രരൂപങ്ങളാണ്. ഗോത്രരൂപങ്ങൾ തന്നെ തലപ്പാവ് ധരിച്ച രൂപങ്ങളാണ് കൂടുതലായി കാണപ്പെടുന്നത്. അതിനുശേഷം നമുക്ക് മൃഗരൂപങ്ങളും കാണപ്പെടുന്നത്. ഇതാണ് എടക്കൽ ഗുഹയുടെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻസ്. നമുക്കൊന്ന് അവിടേക്ക് പോയി നോക്കാം. ഇവിടെ ഗേറ്റൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടേക്ക് ആരും വീഴാണ്ടിരിക്കാൻ വേണ്ടി വലിയ കുഴിയാ. വലിയ കുഴിയല്ലേ. ഇതിനു മുന്നേ ഞാനൊരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അമ്പുത്തിമലേൻ്റെ മേലോട്ട് കയറുന്നത്. അത് ഈ വഴി മേലോട്ടേക്കാണ് കയറേണ്ടത്. അപ്പോൾ അപകട മേഖലയായതുകൊണ്ട് മേലോട്ട് ഇപ്പോൾ കയറ്റി വിടുന്നില്ല. നമ്മൾ അതിലെങ്ങനെ കയറി മേലെ അമ്പുത്തിമലേൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് പോകാമായിരുന്നു ആദ്യം. ഇപ്പോൾ അത് ക്ലോസ് ചെയ്തു. അത് കയറിലൊക്കെ പിടിച്ച് കയറണം മേലേക്ക്. പിന്നെ കുറേ കൊത്തി വെച്ചിട്ടുണ്ട്. കൊത്തി വെച്ച ഇതിലൂടെയൊക്കെ വേണം കയറിപ്പോവാൻ. ഇപ്പോഴാണ് അവിടെയൊക്കെ ക്ലോസ് ചെയ്തത്. എന്ന് വെച്ചാൽ മേലെ വലിയ അപകടമായതുകൊണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതിൻ്റെ മേലെ പോയി കയറിയതിൻ്റെ ഒരു ബ്ലോഗാണ് കൊണ്ടുവന്നത്. ഫുള്ള് പായൽ പിടിച്ചു അവിടെയൊക്കെ. പാറേൻ്റെ മേലൊക്കെ ചാടിയിട്ടാണ് കണ്ടത്. അവിടെ എന്തോരം പേരല്ലേ, ഉള്ള ആളുകളാണ്. ഇത് രസമല്ലേ അവിടെ കാണാൻ. ഇപ്പോൾ നല്ല തിരക്കായിട്ടോ. എല്ലാ ആളുകളും ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫുള്ള് തിരക്ക് വന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ ഒന്നും ഇത്ര തിരക്ക് വന്നില്ലായിരുന്നു. ഒന്ന് തിരിച്ച് നേരേക്ക് പോവാം. കുറേ കുഞ്ഞിപ്പിള്ളേരെ കൂട്ടി വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നല്ല തിരക്കായിട്ട് അവിടെ. നല്ല തിരക്ക്. ഇന്ന് മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. നല്ല തണുപ്പാ. എന്ത് മനോഹര കാണാൻ ഇവിടെ മൊത്തം. എന്തോരം ആളുകളല്ലേ. ഞാനങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ചും കൂടി കയറി വേറൊരു സ്പോട്ട്. പാറക്കൂട്ടങ്ങൾ, ഫുള്ള് പാറക്കൂട്ടങ്ങളാട്ടോ ഇവിടെ. ഗുണാക്കേവ് അതേപോലെ ഉണ്ട് ഇവിടെ മൊത്തം. ഫുള്ള് ഇരുണ്ട് മൂടി. സുഹൃത്തുക്കളെ, എൻ്റെ ചാർജ് കഴിഞ്ഞു പോയി, ക്യാമറയ്ക്ക് ഓഫായിപ്പോയി. അപ്പോൾ ഞാൻ താഴെ ഒരു വീട്ടിൽ വന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബായ്.